രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ആ നിർണായക പ്രഖ്യാപനത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. മുഖ്യമന്ത്രിയായി ആര് വന്നാലും അധികാരത്തിൽ വന്നാലും UDF-നെ സംബന്ധിച്ച് അത് വലിയൊരു ക്ഷീണമാണ്. കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധം ഗ്രൂപ്പ് പോരുകൾ കോൺഗ്രസിൽ മൂർച്ഛിച്ചിരുന്ന കാലത്ത് പോലും, ആ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഇത്രയധികം കാലതാമസം നേരിട്ടിരുന്നില്ല. പക്ഷേ ഇതൊരു അസാധാരണമായിട്ടുള്ള പ്രതിസന്ധിയാണ് UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഇത് ഭാവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെയും UDF-നെയും ബാധിക്കും എന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ടതില്ല എന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന ഭാവിയിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കും. അത് ഒരുപക്ഷെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പരിവാർ സംഘടനകളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം തന്നെ അതിനെ മുനവച്ചു കൊണ്ടുതരത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന ആ കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന ഒരുപക്ഷെ ഇനി മുന്നോട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കപ്പെടാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു വോട്ട് ബാങ്ക് ഏകീകരണം ഇതിനോടനുബന്ധിച്ച് ഇതിന്റെ ചൂട് പിടിച്ച് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ വോട്ട് ബാങ്ക് ഏകീകരണം വരുമ്പോൾ അതിന്റെ നേട്ട് ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം BJPക്ക് വളരെ വലിയ ഒരു മേൽക്കോയ്മ ഈ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി BJPക്ക് അനുകൂലമായിട്ട് മാറും. അത് രാജസ്ഥാനിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കാം. അതോടൊപ്പം തന്നെ മറ്റുള്ള തരത്തിലെല്ലാം ഈ എല്ലാം കൊണ്ടും അവസാനം നേട്ടം ഉണ്ടാക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള തർക്കം അവസാനത്തെ അതിന്റെ ലാഭം കൊയ്യുന്നത് BJP ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ KC വേണുഗോപാൽ വന്നാലും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വന്നാലും, VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാലും, ആര് വന്നാലും അതെല്ലാം തന്നെ ഒരു കോൺഗ്രസിനുള്ളിൽ തന്നെ വീണ്ടും ഒരു മുറുമുറുപ്പിനുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിപ്പോര് രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയും കൂടി ഭാവിയിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദഫലമായിട്ടാണ് VD സതീശൻ വന്നതെന്ന് ഒരു വിഭാഗം പ്രചരിപ്പിക്കപ്പെടുകയും ആ പ്രചരിപ്പിക്കുന്നതിന് വളമൊരുക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന പോവുകയും ചെയ്തത്. അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും അതൊരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് ഈ UDF-ന്റെ ഉള്ളിലും കോൺഗ്രസിന്റെ ഉള്ളിലും മുസ്ലിം ലീഗിന്റെ ഉള്ളിലും നിലനിൽക്കുക തന്നെ ചെയ്യും. ആവശ്യമില്ലാത്ത പ്രസ്ഥാനങ്ങൾ ഇത്തരം കോൺഗ്രസ് നേതാക്കൾ നടത്തുമ്പോൾ അതിന്റെ ലാഭം കൊയ്യുന്നത് BJP ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധി, അസാധാരണമായിട്ടുള്ള പ്രതിസന്ധി ഒരു പക്ഷേ കോൺഗ്രസിനെ ഭാവിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന BJP അവകാശപ്പെടുന്നത് പോലെ കോൺഗ്രസ് മുക്ത കേരളമായിട്ട് മാറുവാനും അതോടൊപ്പം തന്നെ അതിനുള്ള വഴിയിലേക്കാണ് ഇന്ന് കോൺഗ്രസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനി ഏറെ ദൂരമൊന്നുമില്ല. 2031 തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തന്നെയും 2031 തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ BJP വളരുകയും മാറുകയും ചെയ്യും. അതിന്റെ എല്ലാ സാധ്യതകൾക്കും അതിനെല്ലാം വളം ഇട്ടുകൊടുക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള അകൽച്ചയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനം വഴിവെച്ചിരിക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.